അപ്പൊ ഞാൻ ചോദിച്ചു അതെപ്പോഴാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ രാവിലെ എണീക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് എണീക്കുന്നത്, രാത്രി കിടക്കുമ്പോഴും ഞാൻ സ്വപ്നം കാണും, ക്ലാസ്സിലിരിക്കുമ്പോഴും ഞാൻ സ്വപ്നം കാണും. അങ്ങനെയുള്ള സ്വപ്നങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. പണ്ട് ശ്രീത് സാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രീത് സാറിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, വലിയൊരു നിലയിലെത്തണം എന്ന് സാർ ആഗ്രഹിച്ചിരുന്നു, ഇല്ലേ സാർ? തീർച്ചയായും ലോകം അറിയപ്പെടുന്ന ഒരാളാകണം എന്ന് സാർ ആഗ്രഹിച്ചിരുന്നു, ഇല്ലേ സാർ? നമ്മളോട് നേരത്തെ ഞാൻ സംസാരിച്ച മാഡം നന്മ സംസാരിക്കുന്നതിനിടയിൽ തന്നെ പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ തെളിയിക്കും, വർത്തമാനത്തിലൂടെ തെളിയിച്ചു. മാഡം സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ സ്വപ്നം കണ്ടിട്ടില്ലേ? ഉണ്ട്. വെരി ഗുഡ്. പുറകിൽ ഒരു അമ്മയാണോ അമ്മൂമ്മയാണോ? അമ്മൂമ്മ പറയണം. എല്ലാവരും നല്ലൊരു കൈ കൊടുക്കുന്നു. ഓടി വിളയാട് പാപ്പ. അവിടുന്ന് ഒരാളെ വിളിച്ചപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അടിപൊളി, ഗംഭീര വരമാണല്ലോ. അമ്മ വരണം. പേരൊന്നു പറഞ്ഞു. ശോഭനകുമാരി. എന്തൊരു ഉജ്ജ്വല നാമം. നേരത്തെ സർവീസിലുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. റിട്ടയർ ആയിട്ടില്ല. എവിടെ? കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോ ഇരട്ടി കൈയാണ് കൊടുക്കേണ്ടത്. ധനത്തിന്റെ ആളാണ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. യെസ്. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ള ഒരു അധ്യാപകന്റെ പേര് പറയാം. ടീച്ചറിനെ എന്തുകൊണ്ടാണ് ശോഭനകുമാരി അമ്മ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും ഓർമ്മിക്കുന്നു? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയും. അപ്പൊ അങ്ങനെ വഴക്ക് പറയുന്നവരെ നമ്മൾ മനസ്സിൽ ഓർമ്മിക്കും. ക്ലാസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ ടീച്ചർ പറയും, കഴുത്തിന് ചുറ്റും നാക്കാണല്ലോ എന്ന്. അപ്പോൾ ആളൊരു വായാടിയാണ്. അപ്പോ ഈ വായാടി അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ വായാടി അമ്മയ്ക്ക് നല്ലൊരു ഗംഭീര കൈയടി കൊടുത്ത. ഈ പ്രായത്തിൽ എത്രയോ അധ്യാപകർ ഈ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അമ്മയെ അങ്ങനെ ഇത്രയും അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ടീച്ചറിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പേര് പറയുന്നത്, ഒരു പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഒരു പേര് വന്നത്, അത് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. ടീച്ചറെ ആ ടീച്ചറെ പിന്നീട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാണാറുണ്ടോ? ബാങ്കിൽ വരാറുണ്ട്. ഇപ്പോഴും ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. സബാഷ്. നല്ല കൈയ്യടി കൊടുക്കണം. നല്ല കൈയ്യടി. ഷെയർ ചെയ്യാം. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പണ്ട് ബെഞ്ച് കയറി നിർത്തിയാലും ഒരിക്കൽ താമസിച്ചു വന്നപ്പോ ചെവിക്ക് പിടിച്ച് കിഴിഞ്ഞ കുറച്ചുകൂടെ മുമ്പോട്ട്. ചെടികളൊക്കെ നട്ടുപിടിക്കുകയായിരുന്നു. ഒരു പയ്യൻ വന്നിട്ട് ആ ചെടിയെ പുഴുതുന്നു. ചെടിയെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ആ ചെടി എടുത്ത് അവൻ ദേഹത്ത് കടയിലാണ്. അപ്പൊ അവൻ ഷർട്ടിന് ശകലം ചെടിയായി. ഇവൻ എന്നെ 10 അടി ദൂരം തന്നെ അവരെന്നെ ഞാൻ ടീച്ചറിന്റെ ഫോട്ടോ സാരമില്ല, അവന് ഒരു ശരിയായതുകൊണ്ടാണ് നല്ലൊരു കേട്ടു.